ഇന്നത്തെ മലയാള സിനിമ എടുത്താൽ ഇന്നത്തെ മലയാള സിനിമ എവിടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ദയനീയാവസ്ഥ സിനിമയ്ക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അത് സത്യമാണ്. കാരണം വളരെ സത്യമാണ്. കാരണം അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. എല്ലാം ഓഡിയൻസിൻ്റെ കയ്യിലാണ്. കാരണം ഓഡിയൻസ് ഇസ് ദ വൺസ് ഹു ഷുഡ് സപ്പോർട്ട് സിനിമ. ഇപ്പോൾ ഞങ്ങൾ വളർന്നു വരുന്നൊരു കാലഘട്ടത്തിലെ സിനിമകളെന്ന് പറയുന്നത് വളരെ നല്ല സിനിമകളായിരുന്നു. അത് ചെറുപ്പം മുതൽ, അതായത് പി എൻ മേനോൻ സിനിമകൾ മുതൽ ഓളവും തിരുവും ഭാര്യയൊന്നും ഒരു നല്ല സിനിമ ഇതുവരെ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. സിനിമാറ്റോഗ്രാഫി ആയാലും ശരി, വിഷ്വൽ ആയാലും ശരി, എല്ലാം. പ്രേമം എങ്ങനെ അത് കൈകാര്യം ചെയ്തിരിക്കുന്നതായാലും ശരി, ആ കല്ലായിപ്പുഴയുടെ തീരം, ആ ട്രാവല്, വെള്ളത്തിൽ തടിയിൽ കിടന്ന് ഒഴുകുന്ന ട്രാവലൊക്കെ ഇന്നുപോലും എനിക്കിപ്പോഴും ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. ഇതെങ്ങനെ ഇത്രയും ടെക്നിക്കൽ സ്കില്ലായിട്ട് പോലും അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ സിനിമ ചെയ്യാനായിട്ട്. മാത്രമല്ല അതിലെ പ്രേമം എന്നൊക്കെ പറയുന്നത്, അതിലെ നടന്മാരൊന്നും ഇപ്പോഴും ഇമേജറി എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജറീസാണ് നമ്മുടെ മനസ്സിൽ നല്ല സിനിമയുടെ സ്വപ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ നല്ല നാടകത്തിൻ്റെ, നല്ല എസ്തെറ്റിക് സെൻസ്, സിനിമയോ എന്തോ മാധ്യമമായിക്കോട്ടെ, ഒരു സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ഒരു ബോധം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെയുള്ള സിനിമകളാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അതിൽ ജോസ് പ്രകാശ് എന്ന് പറയുന്ന ഒരു നടൻ ഒരു വെള്ളത്തിലിരുന്ന് വരുന്നൊരു ഇമേജറി എന്ന് പറയുന്നത് അതുവരെ ആ സിനിമ കഥ പറഞ്ഞു പോയ ഒരു രീതിയിൽ നിന്നും മാറി ഇയാളുടെ എൻട്രൻസ് വരുമ്പോഴേക്കും ആ ഒരു വില്ലൻ്റെ ഒരു എൻട്രൻസും, ഒരു സുന്ദരനായ വില്ലനാണ്, വളരെ നല്ലവനായൊരു വില്ലനാണ്. പക്ഷെ അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു സ്കെയില്, അതിൻ്റെ ഒരു അത്രയും ബ്യൂട്ടികൾ നമ്മൾ അങ്ങനത്തെ സിനിമകൾ കണ്ടിട്ടാണ് നമ്മൾ വളർന്നിരിക്കുന്നത്. അത് ഒരു സിനിമ എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം, അങ്ങനെ അനവധി. അതുപോലെ തന്നെ എ.ബി. രാജ്, ശശികുമാർ സാറ് ഇവരൊക്കെ ചെയ്ത ഒരു സിനിമകളും ഒരു ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ഭാഗ്യവാന്മാരായിരുന്നു. കാരണം നമുക്ക് പി എൻ മേനോൻ സാറിൻ്റെ സിനിമയും കാണാം, ശശികുമാർ സാറിൻ്റെ സിനിമയും കാണാം. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഐ വി ശശിയായി, പത്മരാജനായി, ഭരതനായി, എല്ലാവരും ഹരിഹരൻ സാർ, അടൂർ സാറ്, അരവിന്ദൻ, അങ്ങനെ ഒരു നിറഞ്ഞ് കിടക്കായിരുന്നു വെറൈറ്റീസ്. അന്ന് എന്തുണ്ടായിരുന്നു വെച്ചാൽ, കൊടിയേറ്റം എന്നുള്ള സിനിമ 100 ദിവസം ഓടിയ സിനിമയാണ്. അതെങ്ങനെ ഓടി? ഓഡിയൻസ് പോയി കണ്ടു, അതുകൊണ്ടാണ് അത് ഓടിയത്. ഒരു സിനിമ കാണാതെ ഒരു ചീത്ത എന്നൊരു സിനിമ പറയരുത്. ഒരു സിനിമ കണ്ടിട്ട് അത് ഇഷ്ടമാവാതിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വായനാശീലത്തിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സ്പീഡിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു എക്സ്പോഷറിൻ്റെ പ്രശ്നം എല്ലാം കൂടി വിട്ടിട്ട് നമ്മുടെ സൗന്ദര്യബോധം മാറിക്കഴിഞ്ഞു. സിനിമ എന്നുള്ളത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ്. പക്ഷേ അതേസമയം മറ്റേ പെർസെൻറ്റേജും വരുന്നുണ്ട്. പക്ഷേ ദാറ്റ് ബാലൻസ് ഈസ് നോട്ട് കറക്റ്റ്. ഇന്നൊരു കോമഡി പടം ചെയ്താൽ ഐ എം മോർ അഷ്വേർഡ്. ഒരു ഗുലുമാലും ഒരു കർമ്മയോഗിയും ചെയ്യുമ്പോൾ ഗുലുമാൽ ഐ എം മോർ അഷ്വേർഡ്. കർമ്മയോഗി ഇപ്പോഴും ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അത് എനിക്ക് തോന്നുന്നത് ഫിലിം മേക്കേഴ്സ് ഇല്ലാതെയോ, കഥകളില്ലാതെയോ, സ്ക്രിപ്റ്റുകളില്ലാതെയോ ഒരു സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിൽ വന്നൊരു ഓടിയിട്ടില്ലെങ്കിൽ ഒരു ആളും അതിന് കാശ് മുടക്കില്ല. ഒരു ഡിസ്ട്രിബ്യൂട്ടറും ആ സിനിമ ഡിസ്ട്രിബ്യൂഷൻ എടുക്കില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇതെല്ലാം ബോയിൽ ഡൗൺ ടു എ പ്രേക്ഷകൻ. സിനിമ പോയി കാണുക. അത് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു ഒരേ കടലിൽ റിലീസ് ചെയ്താലും, മമ്മൂട്ടിയുടെ തന്നെ ഒരു പോക്കിരി രാജ റിലീസ് ചെയ്താലും പോക്കിരി രാജ പോയി കാണുക. അതുപോലെ തന്നെ ഒരേ കടലും പോയി കാണുക. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു പാതിര കൊലപാതകവും പോയി കാണുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു കർമ്മയോഗിയും പോയി കാണുക. മലയാള സിനിമയിൽ കോപ്പിയടി കൂടുന്നുവെന്ന് പറയാറുണ്ട്. അതൊരു സത്യമാണ്. ഈ ഒരു ഗതികേടിനെ കുറിച്ച് എന്ത് തോന്നുന്നു? അതായിട്ട് അത് ഈ സംഭവം പറഞ്ഞ പോലെ ഈ കോപ്പിയടി, എൻ്റെ ഈ കന്നഡ പടത്തിലൊരു കുളൂർ സാറിൻ്റെ ഒരു ലൈനാണ്. ഒറിജിനൽ ഏതാണ്? കാളിദാസൻ മഹാഭാരതത്തിൽ നിന്ന് എടുത്തു, ഷേക്സ്പിയർ ഇതിഹാസങ്ങളിൽ നിന്ന് എടുത്തു, അതുപോലെ തന്നെ ഗ്രീക്ക് നാടകങ്ങളിൽ നിന്നും കഥകളുണ്ടായി, രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും ഉണ്ടായി. ഇപ്പോൾ ഇത് ഒരു ഇൻസ്പിറേഷൻസ് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. ഇത് കോപ്പിയടി എന്ന് പറയുന്നത് ചില സമയത്ത് എന്താണ് വെച്ച് കഴിഞ്ഞാൽ, ഈ എഗെയിൻ വേർ ഇറ്റ് കംസ് നോ, എന്തുകൊണ്ട് കോപ്പിയടിക്കുന്നു? ഓഡിയൻസിന് എന്ത് വേണമോ അത് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് കോപ്പിയടി വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഈ തരത്തിൽ നമ്മളൊരു സിനിമ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്ത് ആ ഒരു കോമഡി ഉണ്ടാക്കി ആ സാധനം അവിടെ നിന്ന് ഇടുന്നു. അതുകൊണ്ടാണ് അത്രയും ഈ കോപ്പി കേടുകൾ ഇന്ന് കൂടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒറിജിനൽ സിനിമ, ഒരു ഓളവും തീരവും ഒരു സിനിമയാക്കി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നാട്ടുപുറമൊക്കെ കാണുമോ? കാണില്ല. ഇപ്പോൾ ഒരു കാഴ്ച എന്നുള്ളൊരു പടം എടുത്താൽ, ഇപ്പോൾ മമ്മൂട്ടിക്ക് പകരം ഒരു മനോജ് കെ ജാനാണ് ആ റോൾ ചെയ്തിരുന്നതെങ്കിലും ആ സിനിമ നല്ല സിനിമ തന്നെയാണ്. ഒരിക്കലും ആ സിനിമ നല്ല സിനിമ ആവാതിരിക്കുന്നില്ല. മമ്മൂട്ടി ആയതുകൊണ്ട് അത് ഹിറ്റായി. മനോജ് പോയതാണെങ്കിൽ അത് ചിലപ്പോൾ ഹിറ്റായി എന്ന് വരില്ല, പക്ഷേ നല്ല സിനിമ തന്നെയായിരിക്കും, നല്ല പെർഫോമൻസും ആയിരിക്കും, പക്ഷേ ഹിറ്റായി എന്ന് വരില്ല. സെയിം വേ
ഇപ്പോൾ ഒരേ കടലിൽ നിന്നുകൊണ്ട് ഹിറ്റാവുന്നില്ല, എന്തുകൊണ്ടൊരു പോക്കിര രാജ ഹിറ്റാവുന്നു? എല്ലാം ബോയിൽ ഡൗൺ ചെയ്യുന്നത് നമ്മൾ നല്ല ഈ മറ്റുള്ള എല്ലാ സിനിമകളും പോയി കാണുന്ന പോലെ ഈ ചെറിയ ശ്രമങ്ങളും ഓഡിയൻസ് പോയി കണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ എല്ലാം നിൽക്കും, എല്ലാം സോൾവ് ആവും. പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് ഇതാണ് എന്ന് ന്യായീകരിച്ചിട്ട് പ്രേക്ഷകർക്ക് എന്തും കൊടുക്കുന്നൊരു അവസ്ഥ. മറുവശം എടുക്കുമ്പോൾ നല്ലതിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന മറ്റൊരു വശമുണ്ട്. ഏതിനോടാണ് വി കെ പ്രകാശ് എന്നൊരു സംവിധായകൻ്റെ യോജിപ്പ്? തീർച്ചയായിട്ടും നല്ലത് കൊടുക്കുക, ജനങ്ങളെ അതിലേക്ക് കൊണ്ടുവരിക. ഇടയ്ക്ക് ഒന്ന് ജനങ്ങൾക്ക് വേണ്ടതും കൊടുക്കുക. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടത് കൊടുത്താലേ ജനങ്ങൾ നമ്മുടെ രീതിയിലേക്ക് വന്ന് നമുക്കിഷ്ടപ്പെടുന്നതും ജനങ്ങൾ കാണുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇടയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടുന്നത് നമ്മൾ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ഗുലുമാൽ ഹിറ്റായി, എനിക്ക് ഇമീഡിയറ്റായിട്ട് ഒരു 3 Kings ചെയ്യാമായിരുന്നു. പക്ഷേ ഐ ടുക്ക് ടൈം. അതിനിടയിൽ പോയി ഞാൻ ഈ കന്നഡ പ്ലസ് ഇന്ത്യൻ പടം നമ്മൾ കന്നഡ പടം ചെയ്തു, അതുപോലെ തന്നെ ഹാംലെറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ 3 Kingsലേക്ക് വരുന്നത്. സോ എൻ്റെ ഒരു മനസ്സിൽ ഞാൻ വളരെ ക്ലിയറാണ്, ലൈക്ക് ഹൗ ഷുഡ് ഐ ട്രാവൽ, ഹൗ ഷുഡ് ഐ ഗോ എന്നുള്ളതിനെക്കുറിച്ച് വളരെ എൻ്റെ മനസ്സിലൊരു നല്ലൊരു ക്ലാരിറ്റി ഉണ്ട്. അതനുസരിച്ചിട്ട് ഞാൻ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതേ സമയത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് നോട്ട് ബി എ ലോസ്. ഒരു ഹാംലെറ്റ് ചെയ്യുമ്പോൾ അതൊരു നഷ്ടമാകരുത്, അത്രേ ഉള്ളത്. അപ്പോൾ ആ ഒരു പ്ലാനിങ് പോയി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലത് ചെയ്യുക സിനിമ എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. കാരണം ഐ ഡോണ്ട് വാണ്ട് ടു സ്പോയിൽ ദി ഓഡിയൻസ്. അതുകൊണ്ടാണ് ഞാനൊരു ഗുലുമാല ചെയ്തപ്പോൾ പോലും അതിലൊരു ടെക്നിക്കൽ ഇന്നോവേഷനോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ എക്സ്പെരിമെൻറ്റേഷനോ ഞാൻ അതിൽ ചെയ്തത് അതൊരു ലേണിങ്ങിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് എ പ്ലസ് പോയിന്റ് ദെയർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്കളിലെ ഒരു സിനിമയുടെ സൗന്ദര്യ സങ്കല്പം എന്താണ്? മാനുഷിക വികാരങ്ങൾ, അത് പ്രേമാവട്ടെ, ഹേറ്റ്രഡ് ആവട്ടെ, അഫെക്ഷൻ ആവട്ടെ, ആ വികാരങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ കേളി എന്ന ചിത്രത്തിലെ പ്രണയം, പാഥയത്തിലെ അഫെക്ഷൻ, അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. സി ഇഫ് യു റിയലി ലുക്ക് അറ്റ് ആ ഹ്യൂമൻ ഇമോഷൻസ് തന്നെയാണ് അതിൻ്റെ ഭംഗി. ഈ ഹ്യൂമൻ ഇമോഷൻസ് നമ്മൾ ഏത് തരത്തിൽ ക്യാപ്ചർ ചെയ്താൽ നമുക്ക് സ്വയം സംതൃപ്തരാവും, അല്ലെങ്കിൽ അത് ഏത് തരത്തിൽ ചെയ്താൽ നമ്മുടെ പ്രേക്ഷകൻ സംതൃപ്തരാവും എന്നുള്ളതിൻ്റെ ഒരു ഡിഫറൻസിയേഷനാണ് ഒരു 3 Kingsഉം ഒരു ഹാംലെറ്റും. ഒരു 3 Kings എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്ലാപ്സ്റ്റിക് കോമഡി ഒരിക്കലും മോശമല്ല, വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് സ്ലാപ്സ്റ്റിക് കോമഡി എന്ന് പറയുന്നത്. കാരണം കോമഡിയിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചാർലി ചാപ്ലിൻ, ഇപ്പോൾ എൻ്റെ കന്നഡ ഫിലിമിലെ ഫസ്റ്റ് കോട്ട് തന്നെ അതാണ്. അതായത് നമ്മൾ മഴ പെയ്യട്ടെ എന്ന് ആഗ്രഹിക്കും, എന്താ പറയുക, നമ്മുടെ കരച്ചിലാരും കാണില്ല. അതിൽ കോമഡി ഉണ്ട്, അതുപോലെ തന്നെ വേദനയുണ്ട്. വി കെ പ്രകാശ് എന്നൊരു സംവിധായകൻ്റെ സിനിമാ സങ്കല്പമൊക്കെ അത് ഏതുവരെ നീളുന്നു? എനിക്ക് എനർജി, അതായത് ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. അതായത് ഐ ഷുഡ് എൻജോയ് മൈ വർക്ക്. ഐ ഓൾവേസ് സേ വർക്ക് ഷുഡ് ബി പ്ലഷർ. വെൻ ഇറ്റ് ബിക്കംസ് പ്രഷർ ഐ വിൽ സ്റ്റോപ്പ്. അതുവരയ്ക്കും ഈ സ്വപ്നങ്ങൾ നീണ്ടുകൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇത് തുടങ്ങിയതെന്ന് പറയുന്നത് നമ്മൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ തോന്നിയിട്ടുള്ള പ്രണയത്തിൽ നിന്നാണ് ഈ സിനിമ അല്ലെങ്കിൽ നാടകം മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു കാലഘട്ടമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിർത്തുക എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് എന്നിൽ നിൽക്കുന്നുവോ അന്ന് ഞാനത് നിർത്തും. അൺടിൽ ഐ എൻജോയ് മേക്കിംഗ് ഫിലിംസ്. ഇപ്പോൾ ഒരു ഫിലിമിൻ്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആവാം, ചിലപ്പോൾ അത് ഹിറ്റ് ആവാം, ചിലപ്പോൾ ഒരു അവാർഡ് കിട്ടാം, ചിലപ്പോൾ നോ റിവാർഡ്, നോ അവാർഡ്, നത്തിങ്. ബട്ട് ആ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് എൻജോയ് ചെയ്യുന്ന കാലം വരെ ഞാനത് കണ്ടിന്യൂ ചെയ്യും. എന്നത് നിൽക്കുന്നുവോ അന്ന് ഞാനത് സ്റ്റോപ്പ് ചെയ്യും. ഇന്ന് ഇന്ത്യയിലെ ആഡ് ഫിലിം രംഗത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് പ്രകാശ് വർമ്മ. താങ്കളുടെ അസിസ്റ്റൻ്റായിട്ട് നിന്നൊരാളാണ് അദ്ദേഹം. പൊതുവെ ഈ അസിസ്റ്റൻസിനോടുള്ളൊരു സമീപനമൊക്കെ എങ്ങനെയാണ്? അയ്യോ തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ അസിസ്റ്റൻസിന് വളരെയധികം ഫ്രീഡം കൊടുക്കും. then they will become my part of my life. So it is too much of more than professional relationship, it is a personal relationship. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പ്രൊഫഷണലി മാറി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രൊഫഷണലി പോകുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ദാറ്റ് റിലേഷൻഷിപ്പ് സ്റ്റിൽ സ്ട്രോങ്. അപ്പോൾ അതുള്ളിടത്തോളം കാലം ഒരിക്കലും ഇവർ നമ്മളെ നിന്ദിക്കുകയോ അല്ലെങ്കിൽ ഒരു നന്ദിയില്ലായ്മ കാണിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം ഇറ്റ് ഈസ് ദെയർ മൈൻഡ് സെറ്റ്. നമ്മളെങ്ങനെയാണോ നമ്മുടെ റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പ് തന്നെയാണ് കണ്ടിന്യൂ. കാരണം ഇവർ പഠിച്ചു വരുമ്പോൾ തന്നെ ഇവർക്ക് സിനിമകൾ കൊടുത്ത് ഇവരോട് ഇൻഡിപെൻഡൻ്റായി ഡയറക്റ്റ് ചെയ്യിച്ച് ഇവർക്കൊരു ഷോറിൽ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അവരെ പറഞ്ഞു വിടുന്നത് അല്ലെങ്കിൽ അവർ പോകുന്നത്.
മനസ്സിലായി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കെട്ടുറപ്പെന്ന് പറയുന്നത് അതെന്നും ഉണ്ടാവും. ഇപ്പം ഒന്നും പറഞ്ഞെന്ന് ഒരിക്കലും എൻ്റെ അടുത്ത് ചോദിക്കാതെ ഒരു ഡിസിഷൻ എടുക്കില്ല. ആഡ് ഫിലിം അതുപോലെ സിനിമ, ഇത് രണ്ടും ചെയ്യുമ്പോൾ ഒരു സുഖം, എങ്ങനെയാണ് ഇതിനെ രണ്ടിനെയും വേർതിരിച്ച് കാണുന്നത്? അയ്യോ, എനിക്ക് ഭയങ്കര ഇപ്പം ഇന്നലെ ഞാൻ ഒരു ആഡ് ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഇന്നലെ വിവേൽ സോപ്പിന് ഒരു ആഡ് ചെയ്യായിരുന്നു. അത് വിത്ത് ബറൂൺദ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബറൂൺ മുഖർജി എന്ന് പറയുന്ന ക്യാമറാമാൻ്റെ കൂടെ വിത്ത് ഓൾ ദ ഹാപ്പിനെസ് ഐ ഹവ് ഷോട്ട് ദാറ്റ് കമേഴ്ഷ്യൽ. ഇന്നലെ രാത്രി ഇവിടെ എത്തി. ഇന്നലെ രാത്രി 1 മണി വരെ ഹാംലെറ്റ് എഡിറ്റ് ചെയ്തു. അതും ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം. ഇന്നിതാ ഉച്ചയ്ക്ക് ഞാൻ ഫ്ലൈറ്റ് പിടിച്ച് അവിടെ പോയി ഇന്നലെ മിനിങ്ങാന്ന് ഷൂട്ട് ചെയ്ത ആഡിൻ്റെ എഡിറ്റിംഗ് നടത്തുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് 2 ആഡിൻ്റെ എഡിറ്റിംഗ് നടത്തുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് 7-ാം തീയതി എറണാകുളത്തെത്തി. 8-ാം തീയതി 3 Kings തുടങ്ങും. സോ ഐ എൻജോയ് ഇറ്റ്. ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. എത്രത്തോളം കൂറ് പുലർത്താൻ പറ്റും ഈ തിരക്ക് പിടിച്ച് ചെയ്യുമ്പോൾ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഓരോ വ്യക്തിയുടെ ഇതാണ്. ഇപ്പോൾ ചില സമയത്ത് ചിലവർക്ക് എനിക്കിങ്ങനെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു സാധനം പലപ്പോഴും ഗട്ട് ഫീലാണ്. ഗട്ട് ഫീലിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഗട്ട് ഫീൽ എനിക്ക് ഒരിക്കലും വർക്കൗട്ട് ആവില്ല. ഞാൻ സമയമെടുത്ത് ചെയ്താൽ അല്ലെങ്കിൽ ആലോചിച്ച് ചെയ്താൽ എനിക്കത് ഒരിക്കലും അത് വർക്കൗട്ട് ആവില്ല. കാരണം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എനിക്ക് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും. അതെൻ്റെ ഒരു എന്താ പറയുക, അത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്തായി പോകും. ഞാൻ ഇവിടുന്ന് പോയാൽ ഇവിടുന്ന് ഈ ചിത്രാഞ്ജലി കിടന്നാൽ സ്വിച്ച് ഓഫ് ആവും, മറ്റേതിലേക്ക് പോകും. അവിടെ അത് കഴിഞ്ഞാൽ അത് സ്വിച്ച് ഓഫ് ആയി ഇതിലേക്ക് ഓണാവും. ആ സ്വിച്ച് ഓഫ് ബട്ടൺ സിസ്റ്റം വളരെ ക്ലിയറാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്ക് ഓരോ രീതികളാണ്. ചിലവർക്ക് വളരെയധികം സമയമെടുത്ത് ചെയ്യുന്നതാണ് ഒരു രീതി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഗട്ട് ഫീൽ ചെയ്യുന്നതാണ്. എൻ്റെ എല്ലാ ജഡ്ജ്മെൻറ്റും ഗട്ട് ഫീലാണ്. അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം, പക്ഷേ ഐ ടേക്ക് ഡിസിഷൻസ് ഫാസ്റ്റ്. വി.കെ. പ്രകാശ് എന്ന് പറയുന്നൊരു വ്യക്തിയെ, ഒരു സംവിധായകനെ മാറി നിന്ന് വീക്ഷിക്കുമ്പോൾ എന്താണൊരു സ്വയം വിലയിരുത്തൽ? എന്നെ പറ്റിയിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ തോന്നുന്നു ഞാൻ വളരെ ഭാഗ്യവാനാണ്. ഒന്ന്, ഞാൻ എപ്പോഴും റൈറ്റ് ടൈം അറ്റ് റൈറ്റ് പ്ലേസിൽ വന്നു പെട്ടിട്ടുള്ള ഒരാളാണ്. അതാണ് ലക്ക് ചെയ്യുന്നൊരു കാര്യം. നമ്മളെ റൈറ്റ് ടൈം അറ്റ് റൈറ്റ് പ്ലേസിൽ പെടുത്തി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലക്ക്. സോ അതിന് പലപ്പോഴും ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ജോലിയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് വളരെ സപ്പോർട്ടീവാണ്. അതുപോലെ തന്നെ അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ നെഗറ്റീവ് പോയിൻറ്റ്സ്, ഇപ്പോൾ പോസിറ്റീവ് മാത്രം പറഞ്ഞു, നെഗറ്റീവ് പോയിൻറ്റ്സ് എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ എൻ്റെ ജഡ്ജ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആർ ഓൾവേസ് റോങ്. നമ്മളൊരു ജഡ്ജ്മെൻറ്റ് ഫിലിമായാലും അത് ഭയങ്കര ഈ ആൾക്കാരുടെ ജഡ്ജ്മെൻറ്റ് എനിക്ക് പലപ്പോഴും തെറ്റാറുണ്ട്. പക്ഷെ അതൊരിക്കലും ഞാനതൊരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ അതൊരു വേദനയായിട്ടോ കൊണ്ട് നടക്കാറില്ല. കാരണം അത് തെറ്റി അത്രയേ ഉള്ളൂ. പക്ഷെ വീണ്ടും അതൊരു പോസിറ്റീവായിട്ട് എൻ്റെ ഭാഗ്യം കൊണ്ട് തന്നെ വേറൊരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരും. സോ ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. ചിലപ്പോൾ നെഗറ്റീവ് എനർജി ആവാം ആ പോസിറ്റീവ്, പക്ഷേ അത് നമുക്ക് ആ സമയം നമ്മുടെ കൂടെയുള്ള സമയം നമ്മൾ പോസിറ്റീവാണ്. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിൽ നമുക്ക് പലപ്പോഴും തെറ്റാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടെ പലപ്പോഴും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെ ഓവർ റിയാക്ട് ചെയ്യാറുണ്ട്. കാരണം ചില സമയത്ത് എക്സൈറ്റഡ് ആയിട്ട് ഓവർ റിയാക്ട് ചെയ്യും, ചില സമയത്ത് ഡിപ്രസ്ഡ് ആയിട്ട് ഓവർ റിയാക്ട് ചെയ്യും. സോ അത് എനിക്കെപ്പോഴും ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട് ഞാൻ തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് അതൊരു ബാലൻസ്ഡ് അല്ല ഞാൻ. അത് മേ ബി ബിക്കോസ് ഓഫ് ഐ എം എ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും. സോ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം സംഭവിക്കും, മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ ഒരു ഭയങ്കര നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിലെല്ലാം ഈ റൈറ്റ് ടൈം അറ്റ് റൈറ്റ് പ്ലേസും കുറച്ച് ലക്കുള്ളതുകൊണ്ട് തട്ടിമുട്ടി അങ്ങ് രക്ഷപ്പെട്ടു.